ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ പുതിയ വിക്ടോറിയസ് വന്നപ്പോൾ ശരിക്കും വിക്ടോറിയസിനേക്കാളും കൂടുതൽ ബുക്കിംഗ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയ്ക്കാണ്. കാരണം ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിലും കാണാൻ ലുക്കുള്ള വാഹനം നോക്കുകയാണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ വിക്ടോറിയസിനേക്കാളും നല്ലൊരു വാഹനം ഗ്രാൻഡ് വിറ്റാര തന്നെയാണ്. ഇത് ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ ബ്ലാക്ക് കളറാണ് സെക്കൻഡ് വേരിയന്റ്. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഇപ്പോൾ മാരുതി വാരിക്കോരിയാണ് ഓഫറുകൾ കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ സ്മാർട്ട് ഹൈബ്രിഡ് വേരിയന്റുകൾക്ക് 1.5 ലക്ഷം രൂപ വരെയും ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡെൽറ്റ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്, എത്രയാണ് ഓഫറുകൾക്ക് ശേഷമുള്ള അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ വേരിയന്റ് ആണ്, ഡെൽറ്റ ബ്ലാക്ക് കളർ. ഗ്രാൻഡ് വിറ്റാരയിലെ ഒരു വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയന്റ് ഡെൽറ്റ വേരിയന്റ് ആണ്. കാരണം സിഗ്മ വേരിയന്റ് ആയിരുന്നു വാല്യൂ ഫോർ മണി. ഇപ്പോൾ സിഗ്മയിൽ ഫീച്ചേഴ്സ് എല്ലാം എടുത്തു മാറ്റിയപ്പോൾ ഡെൽറ്റയാണ് വാല്യൂ ഫോർ മണി ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും നിങ്ങൾക്ക് സിഗ്മയുടെ പ്രൈസിന് ഡെൽറ്റ വാങ്ങാനായിട്ട് പറ്റും, അത്രയും ഓഫർ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റീസെന്റ് ലോഞ്ച് ചെയ്ത വിക്ടോറിയസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വിക്ടോറിയസിനേക്കാൾ എന്തുകൊണ്ടും എനിക്ക് കുറച്ചുകൂടി നല്ല വാഹനമായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര തന്നെയാണ്. ആ ഒരു റോഡ് പ്രസൻസും ആ ഒരു ലുക്കും കൂടുതൽ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് തന്നെയാണ്. എസ്പെഷ്യലി ഈ ബ്ലാക്ക് കളർ കാണാൻ നല്ല റോഡ് പ്രസൻസ് ആണ് ഈ വാഹനം. ഇപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന ഈ ക്രോം കാര്യങ്ങളും കൂടി ബ്ലാക്ക് ആൻഡ് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ലുക്കാണ് ഈ വാഹനം. വിക്ടോറിയസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റോഡ് പ്രസൻസ് നമുക്ക് കിട്ടുന്നതും നമ്മളുടെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ ഈ ഡെൽറ്റ വേരിയന്റിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ടോപ്പിൽ DRL വരുന്നു, അത് LED ആയിട്ടാണ് വരുന്നത്. അതിനുകൊണ്ട് അതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. താഴേക്ക് വന്ന പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. വേറെ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഫ്രണ്ടിൽ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കാണാം. 210 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ടും പുതിയ വിക്ടോറിയസിനേക്കാളും കാണാൻ ഭംഗിയുള്ള വാഹനം നമ്മളുടെ ഗ്രാൻഡ് വിറ്റാര തന്നെയാണ്, എസ്പെഷ്യലി ഈ ബ്ലാക്ക് കളർ. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആകെ വരുന്നൊരു ഡിഫറൻസ് ഇതിനകത്ത് അലോയ്സ് വരുന്നില്ല എന്നുള്ളതാണ്. മറ്റെല്ലാ ലുക്കും കാര്യങ്ങളും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. കാരണം ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ സെയിം ടയർ സൈസുകളാണ്. 215 60R17 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മിറേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. കീലെസ് എൻട്രി പോലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ടോപ്പിൽ നമുക്ക് റൂഫ് റൈൽസ് കൊടുത്തിരിക്കുന്നു, സിൽവർ ഫിനിഷിൽ കാണാം. ബാക്കിൽ ഷാർപ്പിൻ ആൻറ്റീന കൊടുത്തിരിക്കുന്നു. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഇതിനകത്തിപ്പോൾ ക്വാർട്ടർ പോർഷൻ പാനലിൻ്റെ പോർഷനിൽ കാണുന്ന ഈ സിൽവർ ഫിനിഷും റൂഫ് റെയിലും കൂടി ബ്ലാക്ക് ആൻഡ് ചെയ്യിക്കുകയാണെങ്കിൽ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ നിങ്ങൾക്ക് ഈ വാഹനം കൊണ്ടുകിടക്കാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും മറ്റ് വേരിയൻറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആകെ മിസ്സിങ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ വൈപ്പറാണ്. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പക്ക ടോപ്പിൻ്റെ ലുക്കായാണ്. എന്തോ മാരുതി ഡെൽറ്റ വേരിയന്റിൽ വൈപ്പർ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ബാക്കിൽ നിന്ന് നോക്കിയാലും കുറച്ചും കൂടി ഒരു SUV ഫീലും കാണാൻ ലുക്കും വിക്ടോറിയസ് വെച്ച് നോക്കുമ്പോൾ ഗ്രാൻഡ് വിറ്റാര തന്നെയാണ്. കാരണം ആ കണക്റ്റഡ് ടൈലൈറ്റൊക്കെ കുറച്ചുകൂടി ഭംഗിയായിട്ട് വന്നിരിക്കുന്നത് ഗ്രാൻഡ് വിറ്റാരയിലാണ്. ബാക്കിൽ സ്പോയിലർ ഒന്നും തന്നെ വരുന്നില്ല. ആ ഡിസൈൻ തന്നെ ചെറിയൊരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. സ്പോയിലർ നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്നപ്പോൾ ആക്സസറി ആയിട്ട് ചെയ്യാം. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. D4 ഉള്ള ഗ്ലാസ്സുകളാണ്. സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഒരു ബാഡ്ജിങ് ആണ്. ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞ വലിയൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ കണക്റ്റഡ് ടൈലൈറ്റ് ആണ്. ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ്. ഫുൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്ന ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് ഹാലജനാണ്. റിഫ്ലക്ടേഴ്സ് ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡെൽറ്റ വേരിയന്റിൽ നമുക്ക് ബാക്കിൽ റിവേഴ്സ് ക്യാമറയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ആ ഫ്രണ്ടിൽ കണ്ട മോഡലിൽ തന്നെ ഒരു സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 370 ലിറ്ററിന്റെ സ്ക്വാരിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. വിക്ടോറിയസിൽ ബൂട്ടിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി വലിപ്പമുള്ള വലിയ ബൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ വീൽ കപ്പുകൾ വരുന്നത്. ഇതിപ്പോൾ ബേസ് സിഗ്മ വേരിയന്റും ഡെൽറ്റയിലും അലോയ്സിൻ്റെ അതേ ലുക്കുള്ള വീൽ കപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇത് ഡെലിവറി ടൈമിൽ അവർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ബാക്കിലേക്ക് നമുക്കിവിടെ ബൂട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. സ്പെയർ വീല് ഒഴിവാക്കിയിട്ടുണ്ട്. സ്പെയർ വീല് വരുന്നില്ല. പഞ്ചർ കിറ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്പെയർ വീലും കൂടി ഈ ഒരു പോർഷനിൽ മാറ്റിക്കഴിഞ്ഞാൽ അതും കൂടി നമുക്ക് എന്താ പറയുക ലഗേജ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അകത്തേക്ക് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബെയ്ജ് ആൻഡ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിൽ നമുക്ക് ആ ഒരു
കളർ ടോൺ തന്നെ വരുന്നു. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. 4-door പവർ വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ബേസ് സിഗ്മ വേരിയന്റിൽ നിന്ന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും സ്റ്റിയറിംഗ് കൺട്രോളും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ 2 ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മിനിമം ഈ ഒരു വേരിയന്റെങ്കിലും എടുക്കേണ്ടി വരും. ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ ഓപ്ഷൻ കാണാം. നമുക്ക് ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ വരുന്നുണ്ട്. മാനുവൽ വേരിയന്റ് ആയിരുന്നിട്ട് കൂടി നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാൻ, ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വിക്ടോറിയസിനേക്കാളും കുറച്ചും കൂടിയും ഒരു പ്രീമിയം ലുക്കിംഗ് ഇന്റീരിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ഇന്റീരിയർ തന്നെയാണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷനിലുള്ള സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്. താഴെ സിൽവർ ഫിനിഷ് കാണാം. ഇടതുവശം മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശം ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും കാണാം. ഫോൺ കൺട്രോൾസ് താഴെയാണ് വരുന്നത്. ഇടതുവശം വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ വൈപ്പർ, ഓട്ടോ ഹെഡ്ലൈറ്റ് ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ സ്പീഡോമീറ്റർ, ആർപിഎം അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. നമ്മളുടെ സ്മാർട്ട് ഹൈബ്രിഡിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ ആവറേജ് ഫ്യൂൽ, ഡിസ്റ്റൻസ് ടു എംറ്റി, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് വരുന്നത്. അത് കൺട്രോൾ ചാനൽ ബട്ടണുകൾ ഇപ്പോഴും ആ ക്ലസ്റ്റർ യൂണിറ്റിൽ തന്നെയാണ് വരുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 7 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ്. ഗ്രാൻഡ് വിറ്റാരയുടെ നെക്സ്റ്റ് വരുന്ന സീറ്റ വേരിയന്റിൽ 9 ഇഞ്ചിന്റെ സ്ക്രീൻ വരുന്നുണ്ട്. പക്ഷേ വിക്ടോറിയസിന്റെ ZXA വേരിയന്റിലും ഈ 7 ഇഞ്ചിന്റെ സെയിം സ്ക്രീൻ തന്നെയാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇപ്പോൾ റീസെന്റിലായിട്ട് വന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ TPMS ഇതിനകത്ത് അഡീഷണലി ആഡ് ഓൺ ആയി എന്നുള്ളതാണ്. മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം പഴയതിന് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. 4 സ്പീക്കർ മാത്രമാണ്, ട്യൂട്ടേഴ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ആൻഡ്രോയിഡോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീൻ തന്നെയാണ്. 7 ഇഞ്ചിന്റെ ഒരു സൈസ് മാത്രമാണ് ഒരു കുറവായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളൂ. ഡീസന്റ് ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസോടുകൂടി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കോർണറിൽ പാർക്കിംഗ് സെൻസേഴ്സും ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സിമിലർ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെ. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. അത് താഴെ നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോളിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, 12 വോൾട്ടിന്റെ ഒരു ചാർജിംഗ് പോർട്ട് കാണാം. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതാണ് കീ വരുന്നത്. ആ ബ്ലാക്ക് ഫിനിഷിൽ ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോടുകൂടി കീ കൊടുത്തിരിക്കുന്നു. ഗിയർ ലിവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ള ഗിയർ ലിവർ ആണ് കൊടുത്തിരുന്നത് ഡെൽറ്റയ്ക്ക്. ഇപ്പോൾ അത് ഈ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഡെൽറ്റ വേരിയന്റിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിനകത്ത് മാനുവൽ ഹാൻഡ് ബ്രേക്കും ഡെൽറ്റ ഓട്ടോമാറ്റിക്കലി ഓട്ടോ ഹാൻഡ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡിന്റെ ഓപ്ഷനോട് കൂടിയ ഹാൻഡ് ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെന്റർ ആംബസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് കാണാം. അത് സോഫ്റ്റ് ടച്ച് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിയ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിന്റെ ഒരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, ക്വാർട്ടർ വെസൈൽ സൺവൈസസ് വിത്ത് മിറർ ആണ്. റീഡിംഗ് ലൈറ്റുകൾ ഹാലജൻ ആയിട്ടാണ് കൊടുത്തത്. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വിക്ടോറിയസിനേക്കാളും കുറച്ചും കൂടി ഫീച്ചേഴ്സ് കൂടുതൽ, അതിലും കുറവ് പ്രൈസിന് നിങ്ങൾക്ക് കിട്ടുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഗ്രാൻഡ് വിറ്റാരയിൽ തന്നെയാണ്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ബാക്കിലെ ഡോർ പാഡിൽ നമുക്ക് സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ബാക്കിലേക്ക് AC വെന്റ്സ് വരുന്നുണ്ട്. 2 Type-C ചാർജിംഗ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിൽ നമുക്കൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ കാണാം. 3 പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. 60-40 സ്പ്ലിറ്റ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാനായിട്ട് പറ്റും. ഫ്രണ്ട് സീറ്റിൻ്റെ ബാക്കിൽ ഒരു സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ് റൂം കാണാനായിട്ട് പറ്റും. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. 2 വശത്തും സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് വിറ്റാരയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയന്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, TPMS, സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ കാണേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഗ്ലോബൽ NCAP ഒന്നും നടന്നിട്ടില്ല. അത് നടന്നു കഴിഞ്ഞാൽ ഒരു മിനിമം 5 സ്റ്റാറെങ്കിലും കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം റീസെന്റ് വന്ന വിക്ടോറിയസിൽ സെയിം പ്ലാറ്റ്ഫോം ആണ് ആ വാഹനത്തിന് ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ ആണ് കിട്ടിയിരിക്കുന്നത്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. ആ എഞ്ചിനിൽ തന്നെ നമുക്ക് CNG ഡെൽറ്റയിലും സീറ്റയിലും CNG അവൈലബിൾ ആണ്. പിന്നെ ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് തൊട്ട് നമുക്ക് ഫുൾ സ്ട്രോങ് ഹൈബ്രിഡും ലഭ്യമാണ്.
ഇപ്പോൾ നോർമൽ പെട്രോൾ എഞ്ചിൻ മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു 15 ആവറേജ് മൈലേജ് ലഭിക്കും. ഹൈബ്രിഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 28 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിലൊരു 25 മുകളിലേക്ക് എന്താണെങ്കിലും റിയൽ ലൈഫിലും ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഹൈബ്രിഡിലേക്ക് പോകാം. അതിൻ്റെ ഒരു വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ 30+ മൈലേജ് കിട്ടുന്നതാണ് സോഷ്യൽ മീഡിയയിൽ പല വീഡിയോസിലും കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇലക്ട്രിക് കാർ പുറത്തുനിന്ന് ചാർജ് ചെയ്ത് കൊണ്ട് നടക്കുന്ന സെയിം പ്രൈസിൽ തന്നെ ഒരു ഹൈബ്രിഡ് ഗ്രാൻഡ് വിറ്റാര കൊണ്ട് നടക്കാനായിട്ട് പറ്റും. നോർമൽ പെട്രോൾ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് മൈലേജ് കമ്പനി പറയുന്നത് 20 റിയൽ ലൈഫിൽ ഒരു 15-16 നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി. മൈലേജ് കൂടുതൽ വേണ്ടവർക്കുള്ള വേറെ ഓപ്ഷനാണ് CNG. പക്ഷേ CNG പ്രശ്നങ്ങളുണ്ട് ഗ്രാൻഡ് വിറ്റാരയിലേക്ക് വരുമ്പോൾ. കാരണം നമ്മളുടെ CNG ടാങ്ക് ബാക്കിൽ വരുന്നതുകൊണ്ട് ബൂട്ട് സ്പേസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ പവർ കുറവാണ്. CNGക്ക് 2 കൊല്ലം കഴിയുമ്പോഴുള്ള ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ് ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 2 ലക്ഷം രൂപ വേണമെങ്കിൽ കൂടുതൽ ഇട്ടിട്ട് സ്ട്രോങ് ഹൈബ്രിഡ് മേടിക്കുന്നതാണ് ഗ്രാൻഡ് വിറ്റാരയുടെ കേസിൽ എന്തുകൊണ്ടും ലാഭം. കാരണം സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം നിങ്ങൾക്ക് ഒരു എക്സ്ചേഞ്ച് കൂടി ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ 2.5 ലക്ഷം രൂപ അടുത്താണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നോർമൽ വാഹനങ്ങൾക്ക് ഏകദേശം 1.5 ലക്ഷം രൂപ വരെയും ഓഫർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മൾ പറയുന്ന പ്രൈസിൽ എക്സ്ചേഞ്ച് ബോണസ് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എക്സ്ചേഞ്ച് ബോണസും കൂടി എക്സ്ചേഞ്ച് ഉള്ളവർക്ക് മാത്രമേ എക്സ്ചേഞ്ച് ബോണസ് ലഭിക്കുകയുള്ളൂ. നമ്മൾ ഈ പറയുന്ന പ്രൈസ് നോർമൽ ഒരു ആൾക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കാൻ പറ്റുന്ന പ്രൈസാണ്. ബേസ് സിഗ്മ വേരിയന്റ് ഇപ്പോൾ 12,15,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അത് എനിക്ക് തോന്നുന്നു വിക്ടോറിയസിന്റെ പ്രൈസിനോട് മാച്ച് ആവുന്ന രീതിയിൽ അത് കുറഞ്ഞ ഒരു പ്രൈസിന് കിട്ടുന്ന രീതിയിൽ കൊടുത്തതായിരിക്കാം. കാരണം 13.5 ലക്ഷമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയുടെ തന്നെ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ബോണസ് ആ വാഹനത്തെ 70,000 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ 1,70,000 രൂപ അടുത്ത് ഓഫർ ഉണ്ട്. ഇപ്പോൾ ബേസ് സിഗ്മ വേരിയന്റ് 12-15 ഓൺ റോഡ് ഇറക്കാം. അതിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ള സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നില്ല, സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നില്ല. പഴയതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും പുറത്തുനിന്ന് നമുക്ക് ആക്സസറി ആയിട്ട് ചെയ്യാം. ഏകദേശം 25,000 മുടക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. അപ്പോൾ അത്രയും ക്രൂസ് കൺട്രോൾ പോലെയുള്ള ഫാൻസി ഫീച്ചേഴ്സ് ഒന്നും വേണ്ട, മ്യൂസിക് സിസ്റ്റം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിൽ ബേസ് സിഗ്മ വേരിയന്റ് കൺസിഡർ ചെയ്യാം. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്ത് നോക്കിയാൽ ഡെൽറ്റ മാനുവൽ വേരിയന്റിന് 13,61,000 രൂപയ്ക്ക് ഈ ഡെൽറ്റ മാനുവൽ വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഡെൽറ്റയിലേക്കൊക്കെ വരുമ്പോൾ 70,000 രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ടും 40,000 രൂപ വരെയൊക്കെയാണ് എക്സ്ചേഞ്ച് ബോണസ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡെൽറ്റയിൽ ഓട്ടോമാറ്റിക് വേരിയന്റ് ഉണ്ട്. ഗ്രാൻഡ് വിറ്റാര എടുക്കുന്നവർ ആരാണെങ്കിലും നിങ്ങൾ മിനിമം എടുക്കേണ്ട വേരിയന്റ് ഡെൽറ്റ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. കാരണം ആ ഒരു ഇന്നത്തെ കാലത്ത് ഇനിയിപ്പോൾ മുമ്പോട്ട് പോകുന്നതോറും ഓട്ടോമാറ്റിക് ആയിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ ആവുക. അത്യാവശ്യം വേണ്ട ഈ ഫീച്ചേഴ്സും പിന്നെ ഒരു ഓട്ടോമാറ്റിക്കും കൂടി ആകുമ്പോൾ ഓക്കെയാണ്. ആ വാഹനത്തിന് 15,20,000 രൂപയാണ് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓഫറുകൾക്ക് ശേഷമുള്ള പ്രൈസാണ്. പിന്നെ ഡെൽറ്റയിൽ തന്നെയാണ് നമ്മുടെ സ്ട്രോങ് ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ്. ആ വാഹനത്തിന് ഇപ്പോൾ ഓഫറുകളെല്ലാം കഴിഞ്ഞ് 18,95,000 രൂപയ്ക്ക് ലഭിക്കും. എക്സ്ചേഞ്ച് ബോണസ് 1 ലക്ഷം രൂപയുടെ അടുത്താണ് ആ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ്ചേഞ്ചും കൂടി ഉണ്ടെങ്കിൽ ഏകദേശം 17,95, അതായത് ഒരു 18 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് ഗ്രാൻഡ് വിറ്റാര നിങ്ങൾക്കിപ്പോൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഗ്രാൻഡ് വിറ്റാരയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സീറ്റ വേരിയന്റ് ആണ്. കാരണം ഇപ്പോൾ ടോപ്പ് എൻഡിലൊക്കെ വരുന്ന ഹെഡ് അപ്പ് ഡിസ്പ്ലേ, 360 ക്യാമറ പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഒഴിവാക്കി എന്നാൽ അത്യാവശ്യം വേണ്ട ലെതർ ഫിനിഷ് കാര്യങ്ങളെല്ലാം ഇന്റീരിയർ കൊടുത്ത് ഒരു പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വാഹനം ഇതിന്റെ സീറ്റ വേരിയന്റ് ആണ്. സീറ്റ മാനുവൽ വേരിയന്റ് 15.5 ലക്ഷം രൂപയ്ക്ക് ബെസ്റ്റ് ഒരു ഓഫറാണ്. കാര്യം സീറ്റ മാനുവൽ വേരിയന്റിൽ നിങ്ങൾക്ക് ടോട്ടൽ ഓഫർ നോക്കുകയാണെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്താണ് ഓഫർ വരുന്നത്. കാരണം അതിനകത്ത് എക്സ്റ്റൻഡഡ് വാറന്റിയും കൂടി കമ്പനി ഫ്രീ കൊടുക്കുന്നുണ്ട്. അതായത് വാഹനം എടുക്കുകയാണെങ്കിൽ 6 കൊല്ലത്തേക്ക് ഒരു പ്രശ്നമില്ലാണ്ട് നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് കൊണ്ടു നടക്കാം. അപ്പോൾ സീറ്റ മാനുവലിന് 15.50, സീറ്റ ഓട്ടോമാറ്റിക്കിന് 17,55,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ സീറ്റ ഹൈബ്രിഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 20 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സീറ്റ ഹൈബ്രിഡ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. എക്സ്ചേഞ്ചും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിലും താഴെ 20 ലക്ഷം രൂപ താഴെ പ്രൈസിൽ സീറ്റ ഹൈബ്രിഡ് ഇപ്പോൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാരുതി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം. ഗ്രാൻഡ് വിറ്റാര അല്ല, പുതിയ വിക്ടോറിയസ് അല്ല, മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ഓഫറാണ് വന്നിരിക്കുന്നത്. ഇയർ എൻഡ് ഓഫറൊക്കെ ആയിട്ട് തന്നെ കണക്കാക്കാം. ഇയർ എൻഡിലേക്ക് പോകുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ആയിരിക്കും ഇനി മാക്സിമം വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഗ്രാൻഡ് വിറ്റാരയൊക്കെ നോക്കുന്നവരാണ് എങ്കിൽ മാക്സിമം ഈ ഓഫർ ടൈമിൽ തന്നെ വാഹനം എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.